ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അലീന ജോലിക്കാരിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒരു കൊടുത്തു വിട്ടത് ചോദ്യം ചെയ്യാണ്. അപ്പോൾ അവർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, അവിടുത്തെ ശീലങ്ങളൊക്കെ മാറ്റണം, ഇനി ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ആക്കണം എന്ന അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് അലീന. അപ്പോൾ അത് പൗലോസാണ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കണം. പൗലോസിനെ തീരെ പിടിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഉറക്കം കളഞ്ഞു, നാളെ നമ്മുടെ ജോലിയും കളയുമോ എന്നൊക്കെ ഒരു ആശങ്ക ജോലിക്കാർക്കിടയിലുണ്ട്. അപ്പോൾ നമ്മുടെ അലീന ഇതൊക്കെ കഴിഞ്ഞ് അകത്തൊക്കെ നടന്നൊന്ന് കാണുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബൈജു ചേട്ടൻ വരുന്നത്. അപ്പോൾ ബൈജു ചേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇന്നലെ കണ്ടതല്ലേ, പിന്നെ എന്താ ഇപ്പോൾ കാണാനുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒരു വട്ടം കണ്ടു എന്ന് വെച്ചിട്ട് എന്താ, പിന്നെയും കാണുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്നെ ചേട്ടാന്നൊന്നും വിളിക്കണ്ട, എനിക്കത്ര പ്രായമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന കൊച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നെ കൊച്ചി എന്ന് വിളിക്കണ്ട, ഞാൻ അത്ര ചെറുതൊന്നുമല്ല എന്നൊക്കെ അലീന പറയുന്നുണ്ട്. പിന്നെ അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എവിടെ ജോലി ചെയ്ത്? അപ്പോൾ പാലയിലാണ് ജോലി ചെയ്തത്, ഞാൻ അവിടുത്തെ വീട്ടു ജോലിയൊക്കെ എടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, കണ്ടാൽ പറയില്ല കേട്ടോ ജോലിയൊക്കെ എടുക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, പുറമേ കാണുന്ന പോലെയല്ലല്ലോ ഉള്ളിൽ മനുഷ്യർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലീനയുടെ വർത്തമാനം പ്രവൃത്തിയൊന്നും വീട്ടിലെ മറ്റു ജോലിക്കാർക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അവർക്കൊരു ഭീഷണിയാവുമെന്നൊരു പേടി അവർക്കിടയിലുണ്ട്. അപ്പോൾ നമ്മുടെ പൗലോസും സാബും കൂടി സംസാരിക്കുന്നുണ്ട്, ഇത് കേണൽ സാറിൻ്റെ മകൾ തന്നെയാണോ, അതിലെന്തെങ്കിലും കളിയുണ്ടോ? ഇതിന് മുന്നേ ആ കൊച്ചൊരു വീട്ടുജോലിക്കാരിയായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ കൊണ്ടുവന്നാക്കിയ പാലക്കാരനും ഈ കൊച്ചും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ? അതിനുശേഷം കേണൽ സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കിയപ്പോൾ നമ്മളാരും സംശയിക്കാണ്ടിരിക്കാനാണോ ഇങ്ങനെയൊക്കെ നുണ പറയുന്നത്? നമുക്കിതൊന്ന് പൊളിച്ചെടുക്കണം, നമ്മുടെ കേണൽ സാറിൻ്റെ ഭാര്യ വീട്ടുകാരെയൊക്കെ നമുക്ക് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാബു കേണലിൻ്റെ അപ്പച്ചനെ വിളിക്കുന്നുണ്ട്, അവതക്കുട്ടിച്ചായനെ വിളിക്കുന്നുണ്ട്. അവതക്കുട്ടിച്ചായ ഇതൊക്കെ കേട്ട് ഭയങ്കര രോഷത്തിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണജയനെയാണ്. ബബിത ചായയും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ കൊടുക്കുമ്പോൾ കൃഷ്ണജ ചോദിക്കുന്നുണ്ട്, അമ്മ ചായ കുടിച്ചോന്ന്. അമ്മ ചായയൊന്നും കുടിച്ചിട്ടില്ല, അമ്മ ഇവിടെ എന്തോ കണക്ക് നോക്കുകയാണെന്ന്. അപ്പോൾ അച്ഛൻ വരാറായോ ചോദിക്കുമ്പോൾ കൃഷ്ണജ പറയുന്നുണ്ട്, അച്ഛൻ ഇന്ന് എത്തുമെന്നാണ് പറഞ്ഞത്, ലേറ്റായാലും വരും, ലേറ്റായിട്ട് വന്നാൽ മതി, അത്രയും നേരം സമാധാനമായിട്ട് ഇരിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി അമ്മയായിട്ട് യുദ്ധത്തിനൊന്നും പോകണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാനായിട്ട് അങ്ങോട്ടൊന്നിനും പോകുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലേന്ദ്രൻ വരുന്നത്. ബാലേന്ദ്രൻ വന്ന് കാറൊക്കെ അവിടെ നിർത്തി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണജിയും ബബിതയും നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ വന്ന് കയറുമ്പോൾ തന്നെ കൃഷ്ണജിയും ബബിതയും ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അലീന ചേച്ചിക്ക് വിഷമം ഉണ്ടായിരുന്നു, അച്ഛനെ വിളിച്ചിരുന്നു, അവിടെ സേഫാണോ, ഞങ്ങളെ വിളിച്ചിരുന്നു, അവിടെ ജോലിക്കാരൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്, പിന്നെ എന്ത് ജോലിക്കാണ് ചേച്ചി അങ്ങോട്ട് പോയത്, എന്തിനാ അങ്ങോട്ട് കൊണ്ടാക്കി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ബാലേന്ദ്രനൊന്നും മിണ്ടണില്ല. ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛനെന്തൊന്നും മിണ്ടാത്ത, നിങ്ങളുടെ ചോദ്യം കഴിയട്ടെ എന്നിട്ട് എല്ലാവരുടെയും കൂടി മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ ഇനി അച്ഛൻ പറയുന്നു. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഞാൻ വിളിച്ചിട്ടില്ല, എനിക്ക് സമയം കിട്ടിയില്ല, അവിടെ അവൾ സേഫാണ്, ഇതിലും നല്ല സേഫായിട്ടുള്ള സ്ഥലം വേറെ ഇല്ല, പിന്നെ സേഫായിട്ടുള്ള നമ്മുടെ വീടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വൈജയന്തിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്, അമ്മ വന്നോ, എന്താ അമ്മ എങ്ങനെയുണ്ട്? അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മയായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു മാറ്റമില്ല അല്ലേ, കൈതക്കൽ കുഞ്ഞിരാമൻ്റെ മകളായിട്ട് തന്നെയല്ലേ തിരിച്ച് വന്നിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാൻ അകത്തേക്ക് പോകട്ടെ, അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും, ആയിക്കോട്ടെ, അമ്മയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും, അമ്മ അതൊക്കെ ചോദിക്കട്ടെ, എപ്പോഴായാലും വേണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ബബിത പറയുന്നുണ്ട്, ഞാൻ ചായ ഇട്ടിട്ട് വരാം, അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആവട്ടെ. നമ്മുടെ ബാലേന്ദ്രൻ വന്ന് കയറുമ്പോൾ തന്നെ വൈജയന്തി യുദ്ധത്തിന് വരുന്നുണ്ട്. ബാലേന്ദ്രൻ എവിടെയായിരുന്നു, എന്നാ അവളെ കൊണ്ടാക്കിയത്, ഈ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലം അന്റാർട്ടിക്കയിലൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ, നിന്നോട് എനിക്ക് പറയാൻ മനസ്സില്ല, നീ ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ ഇപ്പോഴല്ലേ നീ കയറി വരുന്നത്, ഞാൻ നിന്നോട് ചോദിച്ചോ നീ എവിടെയാണ് പോയിന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതൊക്കെ ചോദിക്കണം, ഉത്തരവാദിത്തമുള്ള ആണുങ്ങൾ അങ്ങനെയാണ്, ബാലേന്ദ്രൻ എവിടെയാണ് പോയെന്ന് എനിക്കറിയണം, അതുപോലെ തന്നെ ഞാൻ എവിടെയായിരുന്നു എന്ന് ബാലേന്ദ്രനോട് എനിക്ക് പറയേണ്ട ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിതൊന്നും അന്വേഷിക്കുന്നില്ല, നീ എവിടെ പോയിന്നോ, ആരുടെ കൂടെ ജീവിക്കുന്നു, ആരുടെ കൂടെ പോയിന്നൊന്നും, ഞാൻ ആരുടെ കൂടെ ആയിരുന്നു എന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതെന്താ ബാലേന്ദ്രൻ അങ്ങനെ പറയുന്നത്, നിങ്ങൾ അവളെ എന്നാ കൊണ്ടാക്കിയത്, ഇന്നലെയാണോ ഇന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും നീ അറിയണ്ടെന്ന്. അപ്പോൾ അറിയാൻ പാടാത്ത കാര്യങ്ങളാണല്ലേ, അത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലേ എന്നൊക്കെ വൈജയന്തി ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാനല്ല, നീയാണ് മനസ്സിൽ വെച്ച് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് മനസ്സിൽ വെച്ച് നടക്കുന്നത്, എന്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുമെന്ന് ബാലേന്ദ്രൻ വൈജയന്തിയോട് പറയുന്നുണ്ട്.
ഇപ്പം നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണയിൽ ഇടപെടും. അമ്മയ്ക്ക് എന്താ നാക്ക് ചൊറിയുന്നുണ്ടോ? അമ്മ ഇതിനു മുന്നേ ഞങ്ങളെ ഇട്ടിട്ട് പോയതല്ലേ, പിന്നെയും ഹോസ്പിറ്റലിലായി. അതിനുശേഷം ഞങ്ങളെ ഇട്ടിട്ട് വീണ്ടും പോയി. ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പം കയറി വരാൻ അമ്മയ്ക്ക് നാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് ഈ വീടിൻ്റെ ഗേറ്റ് കിടക്കാൻ അമ്മേനെ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി പറയും, നീ എന്നാ എന്നോട് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ തുടങ്ങിയത്? എൻ്റെ വയറ്റിൽ നിന്ന് പോന്നവളാണ് നീ ഇങ്ങനെയൊക്കെ എന്നോട് വർത്തമാനം പറയാറായി ചോദിക്കും. അപ്പോൾ കൃഷ്ണ പറയും, ഞങ്ങളും ഇതേപോലെ ഓരോ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് അമ്മയില്ലാത്തപ്പോൾ, അതൊന്നും അമ്മ ചോദ്യം ചെയ്തില്ലല്ലോ, പിന്നെ ഇതിനെ അച്ഛനെ മാത്രം ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ആ ഗന്ധം വിട്ടു നിൽക്കും. അങ്ങനെ ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോവും. പിന്നെ കാണിക്കുന്നത് അലീനേനെയാണ്. അലീന രേവതിക്കുട്ടീനെ ഫോൺ ചെയ്യുന്നുണ്ട്. പോകുമ്പോൾ ഒന്നും വിളിച്ചിട്ടില്ല രേവതിക്കുട്ടീനെ. അപ്പോൾ അതിൻ്റെ ഒരു പരിഭവം രേവതിക്കുട്ടിക്ക് ഉണ്ട് അലീനോട്. അപ്പോൾ പറയുന്നുണ്ട്, രോഹിത്ത് വിളിച്ചില്ലേ നിന്നെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, രോഹിത്തേട്ടൻ വിളിച്ചു, പക്ഷേ ചേച്ചി എന്നെ വിളിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടാ രോഹിത്തിനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വിളിച്ചാലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഞാൻ പാലയിൽ നിന്ന് കുളത്തൂപ്പുഴയ്ക്ക് പോവുകയാണ്, അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ അവൻ എൻ്റെ കൊച്ചനുജനല്ലേ, അവൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഒരുപോലെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ രേവതിക്കുട്ടി ചോദിക്കും, അപ്പോൾ ചേച്ചി ഇതിനെ പോകുമ്പോൾ പറ്റി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, എന്നിട്ട് എന്തേ? അപ്പോൾ അലീന പറയും, അതും രോഹിത്ത് പറഞ്ഞോ, ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചുറ്റിത്തിരിഞ്ഞ് വരണ്ടേ, അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ടാന്ന്, അതുകൊണ്ടാണ് ഇറങ്ങാണ്ടിരുന്നതെന്നൊക്കെ പറയും. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കും, ഇപ്പം എവിടെയാണ്, എങ്ങനെയുണ്ട് സ്ഥലം എന്നൊക്കെ. അപ്പോൾ അലീന കാര്യങ്ങൾ പറയും, ഇങ്ങനെ വൈജയന്തി മാഡത്തിൻ്റെ സ്നേഹിച്ചിരുന്ന, ആഗ്രയിൽ വെച്ച് സ്നേഹിച്ചിരുന്ന ആളാണ്. അപ്പോൾ രേവതിക്കുട്ടിക്ക് മനസ്സിലാവും, അപ്പോൾ അലീനയുടെ ബാപ്പയാണെന്ന് മനസ്സിലാവും. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്ന ഒരു ഭാഗത്താണ് അവസാനിക്കുന്നത്.